പച്ചിറച്ചി 85% നിങ്ങൾക്ക് തയ്ക്കും. പച്ച മീനാണ് ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഭക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെ തോന്നിയത് പുഴു കഴിച്ചപ്പോഴേ. നിങ്ങൾ ക്യുക്കുംബർ തിന്ന പിറ്റേ ദിവസം കക്കൂസയില് പോവും. സോ ദെൻ യു സ്റ്റിൽ worried about പച്ചമീൻ, പച്ചിറച്ചി. Educate people, they never do. അട്രോസിറ്റി എന്ന് പറയണം. ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ 2 തരം കബാബ് ഉണ്ട്. ഒന്ന് കബാബ്, ഒന്ന് ക്ഷത്രിയ കബാബ്. ബാൻ ചെയ്ത് ഇല്ലാത്ത മീറ്റൊക്കെ പോയി. ബീഫ് പോയി, പോർക്ക് പോയി, പിന്നെ ചിക്കനും പനീറും മാത്രമേ ഉള്ളൂ. പന്നീനെ ഓട്ടിച്ചിട്ട് നായ പിടിച്ചിട്ട് പന്നീരെ അടുത്ത് ചെന്ന് കത്തി എടുത്ത് പന്നീരെ കൈൻ്റെ ഇടയിൽ കൂടെ കുത്തിയിട്ട് പന്നി ഇങ്ങനെ കിടന്ന് പറയ്ക്കുമ്പോൾ നമ്മളും കിടന്ന് പറയും. ഭയങ്കര കിക്കാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച മറ്റേ ആ കിക്കല്ല ഇത്. എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആളുകൾക്ക് ഇത് മനസ്സിലാവണമെങ്കിൽ ലൈഫിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. യു ഗെറ്റ് സോ മച്ച് കമൻറ്റ്. ഒരു അനിമലിനെ കൊല്ലുമ്പോൾ ഇത്രയ്ക്ക് ആനന്ദം കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളത്. ആ ആനന്ദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ റെസ്പെക്ട് ടുവേർഡ്സ് ആൻ അനിമലാണ്. ഐ എം സിറ്റിംഗ് റൈറ്റ് ഹിയർ ഫീലിംഗ് വെരി സാഡ്. 2026 ഇരിക്കുന്ന ഒരു സമൂഹത്തിലെ ഒരു വ്യക്തി ചോദിക്കുകയാണ് പച്ച ഇറച്ചി തനിക്ക് ദഹിക്കോ എന്നുള്ളത്. ഒരു പച്ച ക്യുക്കുംബർ തിന്നിട്ട് ആണ് ചോദിക്കുന്നത്. വിച്ച് വൺ ഡൈജസ്റ്റ് മോർ, ദ ക്യുക്കുംബർ ഓർ ദ റോ മീറ്റ്? മാംസത്തിന് മനുഷ്യൻ എന്ന് വെറുക്കുന്നോ അവിടെ ഏറ്റവും കൂടുതൽ ഫുഡ് പ്രോബ്ലം ഉണ്ടായിട്ട് നമ്മുടെ ഹെൽത്ത് ഇങ്ങനെ ആയതിൽ മാംസം കഴിക്കാതിരുന്ന ഇന്ത്യൻ സമൂഹം, ദ ഹോൾ ഫാമിലി മാംസം കഴിക്കാത്തതിൻ്റെ ദുരനുഭവങ്ങൾ അനുഭവിച്ച് നടക്കുന്നവരാണ് കേരളത്തിലും ഇന്ത്യയും. ഏതായിരിക്കും അങ്ങനെ പച്ചക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ? പച്ച ബീഫ്. ഡൈജഷൻ പ്രശ്നം വരില്ല? ഡൈജഷൻ എന്ന് പറഞ്ഞല്ലോ, അതിൽ എന്താ ഡൗട്ട്? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇതിനെ നമുക്ക് പച്ചയായിട്ട് കഴിക്കാം. കൊല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളവിടെ ഇരിക്കുമ്പോൾ 4 ബാക്ടീരിയനെ കൊന്നിട്ടുണ്ട്. ഇത് സുപ്പീരിയർ മൊറാലിറ്റിയാണ്. അതായത് ഇവൻ ഇറച്ചി തിന്നണോ? കൊലപാതകി. ഞാൻ പച്ചക്കറിയും പയറും മാത്രം തിന്നുന്നവൻ, ഞാൻ വളരെ ഡീസന്റ് ആണെന്ന് തെളിയിക്കലാണ്. നമുക്ക് പ്രശ്നമില്ല. അവർ പച്ചക്കറി തിന്നോട്ട് നമ്മൾ ആരെങ്കിലും പറയാം. ഇന്ത്യയിൽ റെസ്റ്റോറൻറ്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്യുവർ വെജിറ്റേറിയൻ. എന്താണ് പ്യുവർ വെജിറ്റേറിയൻ? പ്യുവർ എന്നുള്ള വാക്ക് വെജിറ്റേറിയൻ്റെ കൂടെ ചേർക്കേണ്ട ആവശ്യം തരും. വെജിറ്റേറിയൻ എന്നിടാ. വൈ പ്യൂരിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് വെജിറ്റേറിയനിസം. ഇറച്ചിയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കാലും എനിക്ക് തരിച്ചു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇടിയും മിന്നലും ഒരുമിച്ച് അടിച്ചേക്കുന്നുണ്ടാവും. അത്തരത്തിൽ ഹൈ വോൾട്ടേജ് ഹൈ എനർജി ലെവലുള്ള 2 പേര് ഒന്നിക്കുകയാണ് ജിഞ്ചർ മീഡിയ ഫ്ലോറിൽ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, ലെറ്റ്സ് വെൽക്കം FC ബോയ് ആൻഡ് ബൂം ബാങ്. ഇത് ഭയങ്കര ഒരു അക്കോണിക് സാധനമായിട്ട് അത് മാറി. ഒരുപക്ഷെ എല്ലാവർക്കും വെൽക്കം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻട്രോ സാധനങ്ങൾ കൊടുക്കും. അത്തരത്തിൽ നമ്മുടേതായിട്ടുള്ള ഒരു യൂണീക് സാധനം കൊണ്ടുവന്ന് ക്ലിക്ക് ആയിട്ടുള്ള 2 പേരും കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2 പേരും കൂടിയിട്ട് ക്ലബ് ചെയ്യിപ്പിച്ചത്. ഓക്കെ, സോ അങ്ങനെ ഹൈ വോൾട്ടേജിൽ. അപ്പോൾ അവിടെ വാക്കുകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് നവീൻ ചേട്ടൻ കേസിൽ വരുന്ന സമയത്ത് ആക്ഷനാണ്. ഒരുപക്ഷെ നമ്മളത് WWE അല്ലേ കൂടുതൽ കണ്ടത്. റെസ്ലിംഗിൽ കണ്ട കുറേ സാധനങ്ങൾ, പ്രത്യേകിച്ച് റൈം സ്റ്റീരിയോ സാധനങ്ങൾ ഇട്ട് പോകുന്നോടത്ത് ഇതെങ്ങനെയാ ഇതിൻ്റെ ഒരു മൈൻഡ് വന്നത് എവിടെയാ ശരിക്കും? അതെങ്ങനെയോ വന്നത്. അത് എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ ഈ കറക്റ്റായിട്ട് അറിയില്ല. ചിലപ്പോ ഒരു ഹുസൈൻ ബോൾട്ടിന് എന്തോ ഒരു സാധനമല്ലേ ഇങ്ങനെ. ഹുസൈൻ ബോൾട്ട് ശരിക്കും ഇങ്ങനെ ജയിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാക്കും. അപ്പോൾ ന്യൂസിലാൻഡിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. എനിക്ക് ആദ്യമായിട്ട് പന്നി സ്പിറ്റ് റോസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് പുള്ളിയാണ്. അപ്പോൾ അവൻ എപ്പോഴും ഇങ്ങനെയൊക്കെ കാണിക്കും. ടോങ്ങൻസ് ആണ് അവർ. ബട്ട് അവർക്ക് ഈ കുറെ ഹക്ക, ന്യൂസിലാൻഡിന്റെ ഹക്ക ഒക്കെ മോഡൽ, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അവർക്ക് ആ കൾച്ചറിൽ പഴയ ട്രൈബൽ മൂവ്മെന്റ്സ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ഒരുത്തനാണ്. അപ്പോൾ പുള്ളി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഗോസ്റ്റുകൾ കാണിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്ന ഒരാളാണ്. കിട്ടും, അങ്ങനെ എന്തെങ്കിലും സാധനം വന്നാൽ കിട്ടും. അപ്പോൾ ഈ സാധനം ഇങ്ങനെ വന്നു. പിന്നെ ബൂം ബാങ് അതിൻ്റെ ഒപ്പം വന്നു. അപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊന്നുമില്ല, വെൽക്കം ടു DNA, നിങ്ങൾ എൻ്റെ കൂടുതൽ കുക്ക് ചെയ്യാൻ വേണ്ടി പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ തുടക്കത്തിൽ. പിന്നെ അതിൻ്റെ റിവല്യൂഷൻ ആണ്. അപ്പോൾ പിന്നെ യു ആർ ഗെയിനിങ് യുവർ കോൺഫിഡൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുക്ക് ചെയ്യാൻ കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിലും ഒരു പബ്ലിക്കിൽ ഒരു പരിപാടി അവതരിപ്പിച്ച് പരിചയമില്ലോ, ക്യാമറ വെച്ച് പരിചയമില്ല. അപ്പോൾ അത് ആ സമയത്ത് ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നും. പിന്നീട് അവിടെ നിന്ന് ഇതിനൊരു ട്രാൻസിഷൻ സംഭവിച്ച് ഇങ്ങനെ വന്നപ്പോൾ എവിടെ നിന്നൊക്കെയോ ഇത് വന്ന് ഇങ്ങനെയായി. പിന്നീട് എന്താ വെച്ചാൽ ആളുകൾ ഈ സാധനം എനിക്ക് ഫോട്ടോ ആയിട്ടും വീഡിയോ ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ ഇത് അയക്കാൻ തുടങ്ങി. ദെൻ നമ്മൾ അവിടെ റിയലൈസ് ചെയ്തു ദിസ് ഹാസ് ബിക്കം ഒരു ആളുകൾക്ക് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സംഭവം കാർത്തിക് സൂര്യ എന്ന് തോന്നുന്നു ആദ്യം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന സാധനം ഇങ്ങനെ ഒരു സാധനം. എനിക്ക് പുള്ളി തോന്നുന്നു ആദ്യം അങ്ങനത്തെ. ഐ മീൻ ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് റിമൈൻഡ് മീ. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇസ് വെരി മച്ച് ആളുകൾ തന്നെ ഒരു അറ്റൻഷനിലേക്ക് കൊണ്ടുപോകാൻ. ഇപ്പൊ ഇത് ഞങ്ങൾ ഇപ്പോൾ കാർത്തിയാനിയുടെ ഫ്രണ്ടിൽ ഭക്ഷണം കഴിച്ചു വരുമ്പോൾ ഒരു അപ്പച്ചൻ
പുള്ളിക്ക് ഒരു 65-68 UK ഫുൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കണേ. മലയാളി how are you man, I'm good, why are you here for eat the food, right? പുള്ളി I can see that energy is transforming into another person എന്നുള്ള ഒരു സാധനം വരുമല്ലോ. അപ്പോൾ അങ്ങനത്തെ എവിടെയോ വെച്ച് ഇവോൾവ് ആയി ഇങ്ങനെ വന്നു. then you are asking the same question. അങ്ങനെ വന്നതാണ്. അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ച് നേരത്തെ പറഞ്ഞ പോലെ പരിണാമ സിദ്ധാന്തം സംഭവിച്ചിട്ടുണ്ട്. പരിണാമം സംഭവിച്ച അങ്ങനെ ആയതാണ്. പക്ഷെ നാവ് പുറത്തേക്ക് ഇടുന്നത് ഇറ്റ്സ് എ മൗറി വേ ഓഫ് ആക്ച്വലി മൗറീസിന്റെ ഹക്ക അഗെയിൻ. നിങ്ങൾ ഈ റഗ്ബി കാണുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് നാവ്, അത് ശരിക്കും അത് നന്നായി നാവ് പുറത്തേക്ക് ഇട്ടിട്ട് കണ്ണിങ്ങനെ തുറപ്പിക്കണം. അങ്ങനത്തെ ഒരു എക്സ്പ്രഷനാണ്. ഞാൻ അത്രയും ചെയ്യാറില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞു വെച്ചാൽ വെൽക്കമിങ് ആണ്. യു ആർ ആക്ച്വലി വെൽക്കമിങ്. പക്ഷെ അവർ ലൗഡായിട്ടാണ് വെൽക്കം ചെയ്യുക. ഞാനൊരു പറയാതെ വയ്യ എന്നുള്ള സെഗ്മെന്റിലോട്ട് പോവാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് സാധനം പോലെ പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരമായിട്ട് അങ്ങനെ മാറാം. ഈ കഴിച്ച ടേസ്റ്റുകൾ തന്നെ ചോദിക്കുകയാണ്. ശരിക്കും നമുക്ക് പൊതുവെ കൂടുതൽ പച്ചയ്ക്ക് കഴിക്കുന്നത് ഭയങ്കരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. പിന്നെ പച്ചയ്ക്ക് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റുള്ളൊരു ഇറച്ചി തോന്നിയിട്ടുള്ള ഏതാ? ഇറച്ചിയാണോ മീനാണോ? രണ്ടിലും. മീനാണ്. അതിലേറ്റവും ഏതാ കുറച്ചുകൂടി പച്ചയ്ക്ക് കഴിക്കാൻ? നമ്മുടെ വറ്റ. പിന്നെ ഇവിടെ ഇംഗ്ലീഷിൽ എന്താ പറയുക, യെല്ലോ ടെയിൽ ആംബർജാക്ക്. അവിടെ നമ്മൾ കിങ് ഫിഷ് എന്ന് കിങ്ഫിഷർ. ഇവിടെ പൂമീൻ്റെ ഒക്കെ ഒരു സെയിം ഇതിൽ വരുന്നു. അതായത് നമ്മുടെ കിങ്ഫിഷർ നെയ്മീനാണ്. നമ്മുടെ കിങ്ഫിഷർ അതല്ല, മറ്റേ നെയ്മീൻ അല്ലെങ്കിൽ പൂമീൻ എന്ന് പറയണ അതിനെ ഈ ആംബർജാക്ക് എന്ന് പറയുന്നത്, യെല്ലോ ടെയിൽ ആംബർജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീൻ ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്. ട്രവേലി അല്ലെങ്കിൽ ഈ മീൻ. പിന്നെ എനി ഫിഷ് പച്ചയ്ക്ക് ഫസ്റ്റ് ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ ഓർമ്മയുണ്ട് വീഡിയോ പച്ച മീൻ കഴിക്കുന്നതിൽ സഭാകമ്പം ഉണ്ടായിരുന്നില്ല. കാരണം അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സുഷി സഷീമി എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇഫ് യു ഗൂഗിൾ ഇറ്റ് ഡൗൺ വിച്ച് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഫുഡ് ഇൻ ദ വേൾഡ് സഷീമി. പച്ച മീനാണ് ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഭക്ഷണം എന്ന് പറയുന്നത് പച്ച മീനാണ്. അപ്പൊ അതിന് അവിടെ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ തോന്നിയത് പുഴു കഴിച്ചപ്പോഴേ. ആണോ? കഴിക്കാനുള്ള ബുദ്ധിമുട്ട്. കഴിക്കാൻ ആദ്യം ഇത് എനങ്ങനൊരു സാധനം വായിലിക്കിടുക എന്ന് പറഞ്ഞ എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫസ്റ്റ് സാധനം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ 9 കഴിച്ച ഫസ്റ്റ് ഡേ. ശരിക്കും മീൻ കഴിച്ചുള്ളത് ജീവനോടെ എപ്പോഴേലും ഇല്ലല്ലോ? ജീവനോടെ ഉള്ളത് പുഴുവാണ് കഴിച്ചത്. ജീവനോടെ കഴിച്ചത് പുഴുവിനാണ്. മീനൊന്നും അങ്ങനെ നോക്കാം. ഞാൻ പ്രാവശ്യം മീൻ ഫ്രഷായി പിടിച്ചത് കൊണ്ടുവന്ന് അത് ചത്തതിന് ശേഷം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തിന്നിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ തിന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് മീൻ കഴിക്കുക അതിനെന്തോ ഗുണമുണ്ടെന്ന് ചിന്തിക്കുന്ന മലയാളിയാണ്. പക്ഷെ ഒരു സാധനവും നമുക്ക്, ഒരു ജീവിനെയും നമുക്ക് ചത്താൽ അപ്പം തന്നെ തിന്നാൻ പറ്റില്ല. ദ ഫ്ലഷ് ഈസ് സ്റ്റിൽ ഫ്ലഷ്, അല്ലെങ്കിൽ മസിലാണ്. ഈ മസിലിന് നാച്ചുറൽ ഡീകമ്പോസിഷൻ കഴിയുമ്പോഴാണ് മസിൽ ആക്ച്വലി സോഫ്റ്റ് ആകുന്നത്. ഇന്നലെ ഞങ്ങൾ കൊണ്ടുവന്ന മീൻ എന്ന് പറയുന്നത് ഏതാണ്ട് 70 മണിക്കൂർ പഴകിയ മീനാണ്. ആ മീൻ ഞാൻ തന്നെ ബുച്ചർ ചെയ്ത് ക്ലീൻ ചെയ്ത് നാവിൻ്റെ മുകളിൽ വെച്ച് അമർത്തേ വേണ്ടു. ഇറ്റ് മെൽസ്. പക്ഷെ അത് കേടായ മീനല്ല. അപ്പോൾ അതേ മീൻ നിങ്ങളിപ്പോൾ വെള്ളത്തിൽ നിന്ന് പിടിച്ച അപ്പം തന്നെ വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ റബ്ബർ മിഠായി ഓടണ പോലെ വായക്കൂടെ ഓടിയാണ്. പക്ഷെ നമ്മൾ ഇതിന് നേരെ തിരിച്ചാണ് ഇതിന് വ്യാഖ്യാനിക്കാറുള്ളത്. ഇതിപ്പോൾ പിടിച്ച പെടക്കന മീന എന്ന് പറയും. മറ്റേത് പറയും ബ്രോ പുറംകടലിൽ നിന്ന് വരുന്നല്ലോ, ഇത്രയും സമയം എടുത്തുള്ളല്ലേ എന്ന് പറഞ്ഞിട്ട് നേരെ ഇതിന് തിരിച്ചു വരാം. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പം പിടിക്കുന്ന മീനിനാണ് ടേസ്റ്റ് ഇല്ലാതെ. അതിൽ രണ്ട് പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ പിടിച്ച മീനിനെ ഇപ്പൊ തിന്നുക എന്ന് പറയുന്നത് അത് നമ്മൾ ഫ്രഷ്നെസ് കണ്ണുകൊണ്ട് ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം മലയാളിക്ക് ഒരു സന്തോഷം വരുന്നത് ഈ സാധനത്തിന് ഇപ്പൊ പിടിച്ചിട്ടുള്ള ഇപ്പൊ തിന്നുമ്പോൾ എനിക്കൊരു സുഖം കിട്ടി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ചെല്ലാനത്ത് മീൻ പിടിക്കാൻ പോയപ്പോൾ അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു കൊടുത്തതും പഠിപ്പിച്ചു കൊടുത്തതും ഇതായിരുന്നു. മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഇവർ ജീവനോടൊക്കെ തന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ പിടിച്ച് കയറ്റി ഒന്നെങ്കിൽ സൈഡിൽ വെക്കുന്നു, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കുന്നു. വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ പോണ സമയം വരെ ഈ മീൻ ഫ്രഷ് ആയിരിക്കുമല്ലോ. കാരണം ദാറ്റ് ഈസ് എ ഡമ്മസ്റ്റ് തിങ് യു ക്യാൻ ഡു. ഫിഷ് നിങ്ങൾ തന്നെ രോഹൻ എന്നല്ല പേര്, രോഹന്റെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് ഒരു സൈഡിൽ ഇരുത്തിയിരിക്കുക. രോഹനെ വേറെ പ്ലാനറ്റിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് ഇത് ചെയ്തിട്ടുള്ളത്. രോഹൻ അറിയുന്നില്ല നിങ്ങൾ എന്നെ വളർത്താനാണോ കൊല്ലാനാണോ കൊണ്ടുപോകണമെന്നുള്ളത്. രോഹൻ എന്താ ചെയ്യുക? യു വിൽ ട്രൈ ഹാർഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് തിങ്. So your adrenaline is working, your all മറ്റേ ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം വർക്കിംഗ്. നിങ്ങളുടെ മീറ്റ് കണ്ടാമിനേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ ദ എൻസൈംസ് ഹോർമോൺസ് വർക്കിംഗ് നിങ്ങൾ തന്നെ പുറത്തേക്ക് ഇറക്കാൻ. ഇതേ അവസ്ഥയിലാണ് മീൻ കുഞ്ഞൊരു വലയുടെ മുകളിലോ കോറമ്പലിന്റെ മുകളിലോ വെള്ളത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത്. സോ മീനിന്റെ മീറ്റ് ആക്ച്വലി കേടായിക്കൊണ്ടിരിക്കുകയാണ്. ദ മൊമെന്റ് യു ക്യാച്ച് യു സ്റ്റാബ് കിൽ ദം ബ്ലീഡ് ദം. അപ്പോഴാണ് അത് മസിലാകണം വരുന്നത്. ദെൻ യു പ്രോപ്പർലി ഐസൊക്കെ ഇട്ടിട്ട്. അപ്പൊ പുറം കടലിലെ മീൻ ഇവിടെ വരുന്നത് ചോദ്യം. അത് പക്ഷേ മീനിന്റെ കുഴപ്പമില്ല, അത് ചെയ്യണ സിസ്റ്റത്തിന്റെയും ഗവൺമെന്റിന്റെയും കുഴപ്പമാണ്.
സോ നിങ്ങൾ കൃത്യമായിട്ട് പിടിച്ച മീനിനെ സ്പോട്ടിലെടുത്ത് ഐസ് എല്ലാം വെച്ച് ഐസിന്റെ ഉള്ളിൽ സ്റ്റാക്ക് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് പോയപ്പോൾ ഞാൻ കണ്ടു വലിയ ഐസ് ചേമ്പറുകൾ ഉണ്ട് ഇവരുടെ ബോട്ടിന്റെ ഉള്ളിൽ. അവിടെയാണ് മീൻ കൊണ്ടുവരുന്നത്. അതിന്റെ ഉള്ളിൽ നിന്ന് മീൻ എടുക്കുമ്പോൾ മീനെ നല്ല തണുപ്പുണ്ട്. ഞാൻ ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ല തണുപ്പുണ്ട്. അതിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് എന്നിട്ട് ഫോർമാലിനോ അതൊക്കെ ഇടുന്നുണ്ട്. അതിന് തെളിവില്ല. ഇടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ സെക്കൻഡറി തിങ്. പക്ഷെ അല്ലാതെ നിങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ ഏതാണ്ട് 48 മണിക്കൂർ കഴിഞ്ഞ് കിട്ടിയ മീൻ ഇസ് എ ബെസ്റ്റ് ഫിഷ്, നോ ഡൗട്ട്. പിന്നെ നമ്മുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു കൾച്ചറിൽ ഒരു ട്രെൻഡിങ് പോലെ മറ്റേ റിസോർട്ടിന്റെ നേരത്ത് ലേക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഓപ്ഷൻ തന്നെ വെച്ചു. നിങ്ങൾക്ക് അവിടെ തന്നെ ഇടാം, ചൂണ്ടിടാം, പിടിക്കുക. അതിന്റെ ആ സെയിം ഫിഷ് രാലിനൊക്കെ വെള്ളത്തിലിട്ടില്ലേ? അതെ അതെ. അപ്പൊ രാലി ഇങ്ങനെ ഇളകണ്ടാവും. അപ്പൊ തന്നെ നമ്മൾ അടുവ് ഇറങ്ങി ആ മീൻ മുറിച്ചാൽ മുറിയില്ല. അപ്പോൾ അങ്ങനെയില്ല. ഓക്കെ. ഇതെ നിങ്ങൾക്ക് ഞാനൊരു 8 ദിവസം 9 ദിവസം വരെ മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത്തവണ വന്നിട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഏതായിരിക്കും അങ്ങനെ കഴിച്ച് പച്ചക്ക് കഴിച്ചിട്ടില്ല? പച്ച ബീഫ് ആണ്, ഇറച്ചി. അതാണ് ഡൈജഷൻ പ്രശ്നം വരില്ല? ഇല്ലെന്നേ. അത് നമ്മളൊരു രീതിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബീഫ് ടാർട്ടാർ, ഇത് നമ്മളിപ്പോൾ ഒരു കൾണറി ഷെഫൊക്കെ ആണെങ്കിൽ ഈ സാധനം ബേസിക്കാണ്. ഈ ടാർട്ടാർ കഴിക്കാന്നുള്ളത്. അതായത് പച്ചിറച്ചി കഴിക്കാന്ന് പറയുമ്പോൾ അങ്ങനെ പച്ചയല്ല, അത് ക്യൂർഡ് ആണ്. ഇത്തിരി നമ്മളിത്തിരി സോൾട്ട് ആൻഡ് ഷുഗറിലൊക്കെ ക്യൂർ ചെയ്തിട്ടാണ് ഇതിനെ ഒരു എന്താണ് ഇതിൻ്റെ ഒരു ഔട്ടർ ലെയറൊക്കെ കട്ട് ചെയ്ത് ഒരു ടെമ്പറേച്ചറിൽ മെയിൻ. ബീഫ് ഇസ് ഓൾ അബൌട്ട് ടെമ്പറേച്ചർ. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇതിനെ നമുക്ക് പച്ചയായിട്ട് കഴിക്കാം. ആണോ? ഓ, ഹാഫ് കുക്ക്ഡ് അല്ല? അങ്ങനെയല്ലോ. അല്ലല്ല, പച്ച ടാർട്ടാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ബാംഗ്ലൂരിൽ ഒരു ഇവന്റ് ചെയ്തിട്ടുണ്ട്. ബീഫിന്റെ എൻ്റെ ഒരു പ്രത്യേക ഇവന്റ് ഉണ്ട്, മീറ്റമോർഫോസിസ് എന്ന് പറഞ്ഞിട്ട്. വേറൊരു ഷെഫായിട്ട് കൊളാബ് ചെയ്തിട്ട് ചെയ്യാം. അപ്പം അതിനകത്ത് നമ്മൾ ടാർട്ടാർ കൊടുത്തു. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബീഫിന്റെ ഒരു പ്രത്യേക ഭാഗം, അതായത് വലിയ ഓവർ വർക്ക്ഡ് അല്ലാത്തൊരു മസിൽ, ഇപ്പോൾ ടെൻഡർലോയിൻ പോലത്തെ, അതാണ് യൂഷ്വലി ടാർട്ടാറിന് ഉപയോഗിക്കുക. അതിൻ്റെ ഏറ്റവും നടുക്കഷ്ണം മറ്റേ ഷാറ്റോബ്രിയോ എന്ന് പറഞ്ഞിട്ട് അത് എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഇറച്ചിയാണ്, കൊച്ചിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഇറച്ചിയാണ്. അത് ബാംഗ്ലൂർ വരെ നമ്മൾ ഫ്രഷ്നെസ് മെയിൻറ്റെയിൻ ചെയ്യും. അതിന് ആ രീതിയിലായിരിക്കും സ്റ്റോർ ചെയ്യുക. എന്നിട്ടാണ് ടാർട്ടാർ കൊടുക്കുക. ഡൈജഷൻ എന്ന് പറഞ്ഞല്ലോ, അതിൽ എന്താ ഡൗട്ട്? നിങ്ങൾ സിക്കാവോ എന്നുള്ളതാണോ ഡൗട്ട്? സിക്കാവോ എന്നുള്ളതും ഒന്ന്, രണ്ടാമത്തെ കേസ് ഇത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവോ എന്നുള്ളൊരു അതാ ചോദിച്ചത് കൺഫ്യൂഷൻ. ഐ എം സിറ്റിംഗ് റൈറ്റ് ഹിയർ ഫീലിംഗ് വെരി സാഡ്. എ ഹ്യൂമൻ ബീയിങ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ. ഒരു മാംസം ഞാൻ നിങ്ങൾ തന്നെ ഇതാക്കാൻ വേണ്ടി പറയണതല്ല, ഞാൻ എൻ്റെ ഗദ്ഗതം പറയണ. 2026 ഇരിക്കുന്ന ഒരു സമൂഹത്തിലെ ഒരു വ്യക്തി ചോദിക്കുകയാണ് പച്ച ഇറച്ചി തനിക്ക് ദഹിക്കോ എന്നുള്ളത്. ഒരു പച്ച ക്യുക്കുംബർ തിന്നിട്ട് ആണ് ചോദിക്കുന്നത്. വിച്ച് വൺ ഡൈജസ്റ്റ് മോർ, ദ ക്യുക്കുംബർ ഓർ ദ റോ മീറ്റ്? അത് ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ നിങ്ങൾക്കൊരു സംശയമായി. പക്ഷെ നിങ്ങളുടെ മനസ്സിലാണ് ക്യുക്കുംബർ. ഒരു ക്യുക്കുംബർ തിന്നു കഴിഞ്ഞാൽ അതിലെ 10% പോലും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ മൊയലല്ല പച്ചക്കറി തിന്നാൻ. നിങ്ങൾക്ക് ക്യുക്കുംബർ വേവിച്ച് കഴിച്ചാൽ പിന്നെയും കിട്ടും. ക്യുക്കുംബറിൽ കുറേ വെള്ളം നിങ്ങൾക്ക് കുടിച്ച് പറ്റിക്കാം. ക്യുക്കുംബറിൽ ഒരു ചെറിയ ഷുഗർ ഉണ്ട്. ആ ഷുഗർ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൈജസ്റ്റ് ആവും, ചിലപ്പോൾ ഡൈജസ്റ്റ് ആവില്ല. ബാക്കിയുള്ളത് കുറേ മിനറൽസും കുറച്ച് മറ്റുള്ള സാധനങ്ങളും കുറച്ച് വൈറ്റമിൻസ് ആൻഡ് അതർ ന്യൂട്രിയൻസ്. യു മേ ഗെറ്റ് ഇറ്റ്, യു മേ നോട്ട് ഗെറ്റ് ഇറ്റ്. പച്ച ഇറച്ചി 85% നിങ്ങൾക്ക് ദഹിക്കും. ടേസ്റ്റ് വേണ്ടി മാത്രമായിരിക്കും ശരിക്കും ഇത് മാറ്റിയെടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആദ്യം ഇത് അല്ല, കുക്കിംഗ് വിൽ ഇൻക്രീസ് ഷെൽഫ് ലൈഫ്. കുക്കിംഗ് വിൽ ഇൻക്രീസ് ബൈറ്റിംഗ്. ലൈക്ക് കഴിക്കുമ്പോൾ കുക്ക് ചെയ്യുന്നതിന് മോർ ഫ്ലേവർ ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ റോ എന്നിട്ടാണ് ചോദിക്കുന്നത്. സോ ഈ മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ പല ആളുകളും പച്ചക്കറി തിന്നുന്നവൻ പച്ച ഇറച്ചി തിന്നണ കാണുമ്പോൾ ഡൈജഷൻ ഓൾസോ ഇസ് എ 2 തിങ് ആണ്. വൺ ഇസ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ മിക്സിയിലിട്ട് അടിക്കുക എന്നേ ഉള്ളൂ. അതായത് നിങ്ങളുടെ ആമാശയത്തിലേക്ക് ഒരു ഭക്ഷണം ചെല്ലുന്നു, അത് അടിച്ച് എന്താക്കുന്നു, നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇതിനെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും നമ്മുടെ ബോഡി അതിനെ ആഗിരണം ചെയ്തിട്ടില്ല. ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണ് ബോഡി ഇതിനെ ആഗിരണം ചെയ്യാൻ തോന്നുന്നത്. നിങ്ങൾ പച്ചിറച്ചി കഴിച്ചു കഴിഞ്ഞാൽ 100 ഗ്രാം പച്ചിറച്ചി തിന്നാൽ 90 ഗ്രാം കൂട്ടിക്കോ കിട്ടും. നിങ്ങളുടെ ബോഡി എടുക്കും. അതിൽ അയൺ എടുക്കും, B12 എടുക്കും, ഫാറ്റ് എടുക്കും, പ്രോട്ടീൻ എടുക്കും, സകല സാധനം എടുക്കും. നിങ്ങൾ ക്യുക്കുംബർ തിന്ന പിറ്റേ ദിവസം കക്കൂസയിൽ പോവും. സോ ദെൻ യു സ്റ്റിൽ വറീഡ് അബൌട്ട് പച്ചമീൻ, പച്ചിറച്ചി. എഡ്യൂക്കേറ്റ് പീപ്പിൾ, ദേ നെവർ ഡു. അട്രോസിറ്റി എന്ന് പറയണം. മാംസത്തിനെ മനുഷ്യൻ എന്ന് വെറുക്കുന്നോ അവിടെ ഏറ്റവും കൂടുതൽ ഫുഡ് പ്രോബ്ലം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഹെൽത്ത് ഇങ്ങനെ ആയതിൽ മാംസം കഴിക്കാതിരുന്ന ഇന്ത്യൻ സമൂഹം, എൻ്റെ അച്ഛനും അമ്മയും അടക്കമുള്ള ദ ഹോൾ ഫാമിലി മാംസം കഴിക്കാത്തതിൻ്റെ ദുരനുഭവങ്ങൾ അനുഭവിച്ച് നടക്കുന്നവരാണ് കേരളത്തിലും ഇന്ത്യയിലുള്ളവർ. ദർ ഇസ് നോട്ട് ഡൗട്ട്. ഐ എം ടോക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ മീഡിയ. ഫുള്ളി ഓൺ.
ഞാൻ നിങ്ങളോട് പച്ചക്കറി കഴിക്കണം അല്ല പച്ച ഇറച്ചി കഴിക്കണം എന്ന് എൻഡോർസ് ചെയ്തതല്ല. ദ ക്വസ്റ്റ്യൻ പച്ചക്കറിയിൽ എന്ത് ഇനിയിപ്പോൾ കണ്ടാമിനേഷൻ ഉണ്ടോ, വേംസ് ഉണ്ടോ ഇല്ലേ? മണ്ണിൻ്റെ ഉള്ളിൽ നിന്നല്ലേ വലിച്ചെടുക്കണേ. അതിൻ്റെ മുകളിൽ അതൊക്കെ ഇല്ലേ നമ്മളെങ്ങനെ വെറുതെ വെള്ളത്തിലിട്ട് ഒറ്റ കഴുകലിൽ വെറുതെ തിന്നുന്ന ആൾക്കാരാണ്. ഇതൊക്കെ അവിടെയുണ്ട് ഇവിടെയുണ്ട്. മീറ്റ് ഹൈജീനിക് അല്ല എന്നുള്ളൊരു സംശയം ചിലപ്പോൾ വരാം. ഇവിടുത്തെ ബുച്ചറിങ് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണത്, ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണ്. അതെ, ഇറച്ചിയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കാലുമെന്ന് എനിക്ക് തരിച്ച്. ഞാൻ ഒരു ചെറിയ കാര്യം റോഹനോട് പറയാം. നമ്മുടെ സദ്യയില് സദ്യ ഇപ്പോൾ ആരെങ്കിലും മരിച്ചാൽ അല്ലെങ്കിൽ ജനിച്ചാൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോഴൊക്കെ മാത്രമേ സദ്യ ഉള്ളൂ. സെലിബ്രേറ്ററി ഒരു സാധനം മാത്രമായി. പണ്ട് ഒരു വേ ഓഫ് ലൈഫാണ്. അതിനകത്ത് ബനാന ലീഫ് ഉണ്ടല്ലോ, അതല്ലാണ്ട് ഇല വെച്ച് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? ഇല്ല. നമ്മൾ ക്യാബേജൊക്കെ പിന്നീട് വെള്ളക്കാരൻ കൊണ്ടുവന്ന സാധനമാണ്. അതിന് സ്പിനച്ച് ഇല്ല, ഇല ഒന്നിലും ഇല്ല. കറിവേപ്പില അല്ലേ ഉദ്ദേശിക്കുന്നത്? ഇലയായിട്ടുള്ള ഒരു സാധനം നമ്മൾ കഴിക്കുന്നില്ല കേരളത്തിൽ. കാരണം നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സിൽ നിന്നാണ്. നമ്മുടെ ഭക്ഷണ രീതി വേറെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ പണ്ട് ബ്രിട്ടീഷുകാർക്ക് അറിയാവുന്ന 2 ഭക്ഷണങ്ങൾ വെച്ചിട്ടുണ്ട്, സിറിയൻ, ക്രിസ്ത്യൻ, മലബാർ മാപ്പിള. അതല്ല നമ്മുടെ ഭക്ഷ്യ സംസ്കാരം. നമ്മുടെ ഭക്ഷ്യ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച് ശീലിച്ച് എന്താണെന്നുള്ളതാണ് നമ്മുടെ മസിൽ മെമ്മറി. മലയോര പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അവർ പ്രിസർവ് ചെയ്യും ഫുഡ്. കാരണം 6 മാസം മഴയാണ്. ഈ മഴയത്ത് ഒരിക്കലും നമ്മൾ ഇല ഭക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സദ്യയിൽ ഇല്ലാത്തത്. ഒരു ഓണസദ്യയിൽ നമ്മൾ കാണുന്ന ആകെ ഇല ആ വാഴയിലാണ്. തോരൻ ടൈപ്പിലൊക്കെയാണ് വല്ല റയറായിട്ട്. അത് ക്യാബേജ് ഒക്കെ പിന്നീട് വെള്ളക്കാരൻ കൊണ്ടുവന്ന ഭക്ഷണമാണ്, നമ്മുടെ തനതായ ഭക്ഷണമൊന്നുമല്ല. തോരനില് പുഴുക്കാണ്. ഏത് മലയാളി തോരൻ കൂട്ടി കഴിച്ച്? അതെ, 50 കൊല്ലം മുന്നുള്ള ഒരു കഥ പറയാൻ പറ്റുമോ? ഈ നമ്മുടെ വീണ്ടും ചുറ്റപ്പുറത്ത് നിങ്ങൾ ഇമ്മാരി ഫ്രൂട്ട്സും വെജിറ്റബിളും ഏത് കാലഘട്ടത്തിലെ കണ്ടിട്ടില്ല. ഞാൻ വെല്ലൂരുണ്ടായ മനുഷ്യനാണ്. എൻ്റെ അവിടെ ആൾക്കാർ സണ്ണിയുടെ കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാവണ പയറ്, ക്യാബേജ് വല്ലപ്പോഴും കണ്ടിട്ടുണ്ട്. പയറ് അതല്ല വെച്ചെങ്കിൽ ഈ സാധനത്തിന്, ഈ ക്യാബേജ് ക്യാരറ്റ് പോലുള്ള സാധനത്തിന് മലയാളത്തിൽ പോലും പേരില്ല. ഉണ്ടാ ബ്രോക്കോളിനെ കുഞ്ഞപ്പൻ എന്നാണ് വിളിക്കുന്നത്. ആണ്, അങ്ങനെ ഒരു പേരുണ്ടാ. പയറിന് പയർ എന്നുണ്ട്. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ലോങ് ബീൻ എന്നെങ്കിലും പറയാം. മനസ്സിലായില്ലേ? ബീൻസിന് അപ്പോഴും പേരില്ല. ക്യാരറ്റിന് ക്യാരറ്റ്, കോളിഫ്ലവർ, ഇതൊക്കെ ഇംഗ്ലീഷ് സാധനമാണ്. ഉള്ളി പോലും ഇവിടെ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതൊക്കെ പിന്നീട് വന്ന് അതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞത്. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് മാംസം തന്നെയാണ്, ഈവൻ മലയാളി പോലും. കാരണം അതാണ് ഏറ്റവും കൂടുതൽ കിട്ടാൻ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ന് യു ഹാവ് റൈസ് ആൻഡ് എവറിത്തിങ്, ദ ഹോൾ ഫുഡ്. പണ്ട് ഇപ്പോൾ ചേമ്പോ ഒക്കെ കുറച്ചും കൂടി ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിച്ചു വന്നിടത്തുനിന്ന് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സാധനമാണ് നിങ്ങളെങ്ങനെയാണ് പച്ചയിറച്ചി കഴിക്കുന്നത്. ഞാൻ ഓക്കെ, പച്ചയിറച്ചിയിൽ സോ കോൾഡ് ഹൈജീനിക് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്, അത് പച്ചക്കറിയിലുണ്ട്. അല്ലാത്ത പക്ഷം പച്ച ഇറച്ചി നല്ല സുഖമായിട്ട് ഇന്ന് ലോകത്തിലെ എത്രയോ ആളുകൾ പച്ചയിറച്ചി കഴിക്കുന്നു. എത്രയോ ഭംഗിയായിട്ട്. എത്യോപ്യയിൽ പോയി കഴിഞ്ഞാൽ എത്യോപ്യൻ ഡിഷ് ഉണ്ട് പച്ചയിറച്ചി കഴിക്കുന്നത്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ദുബായിൽ ചെന്ന് കഴിഞ്ഞാൽ കിബേനയ്യ ഉണ്ട്. പിന്നെ ഇറ്റലിയിൽ ചെന്ന് കഴിഞ്ഞാൽ കാപ്പാച്ചോ ഉണ്ട്. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ടാട്ടിയാറുണ്ട്. ലോകത്ത് എന്തെല്ലാം പച്ച ഇറച്ചി വിഭവങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ മോസ്റ്റ് പോപ്പുലർ ഫുഡ് ഇൻ ദ വേൾഡ് ഈസ് സഷീമിയാണ്. ഫിഷാണ്, റോ ഫിഷാണ്. അപ്പോൾ അതിനങ്ങനെ ഭയക്കണ്ട. സെയിം ടൈം നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ സോഫയുടെ മുകളിൽ കൈ വെച്ചു. ഇന്നലെ ഇവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്ന ചേട്ടൻ്റെ കൈയിൻ്റെ മുകളിൽ സകലം സാധനം കൂടി ഉണ്ട്. ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് എൻ്റെ കൈമ നോക്കിക്കഴിഞ്ഞതുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ലഡു വന്ന് ഞാൻ ആ ലഡു തിന്നും. ആ സമയത്ത് ആ ലഡുവിൻ്റെ മുകളിൽ എന്തോരം കണ്ടാമിനേഷൻ ഉണ്ടെന്ന് ഇവിടെ ആരെങ്കിലും നോക്കുന്നുണ്ടാവില്ലേ? സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. ആ ലഡു നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല എന്നാണ് പറയുക. ഇപ്പം നമ്മുടെ മുഖത്ത് വരെ സെക്സ് ചെയ്തുകൊണ്ട് നടക്കുന്ന ജീവികൾ ഒരുപാടുണ്ടെന്നാണ് പറയുക. നിങ്ങളെങ്ങനെ കിസ് ചെയ്യാന്ന് ചോദിക്കും. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് റൈസിങ് ഇൻ ദ കൺസേൺ എങ്ങനെ ഡൈജസ്റ്റീവ്, ഞാൻ നിങ്ങളെ ഡൈജഷൻ എങ്ങനെയെന്ന് ചോദിച്ചതുകൊണ്ടാണ് ശരിക്കും എപ്പോഴും നമ്മൾ പറയാറുണ്ട്. പിന്നെ നമ്മുടെ ഇതിൽ തന്നെ ഒരു ചൊല്ലു വരും, ഇതൊക്കെ കരിങ്കല്ല് തിന്നാലും ദഹിക്കുന്ന പ്രായം എന്ന് പറയുന്ന ഒരു പരിധി വരെ ഇടാറുണ്ട് നമ്മൾ പ്രായത്തിന്. ഇന്ന ഐറ്റംസ് കഴിക്കുന്നത് കഴിഞ്ഞാൽ പറ്റില്ല എന്ന് പറയുന്നിടത്ത് ഇതെല്ലാം മാനദണ്ഡമായിട്ട് പറയുന്നത് ഇതാണ്. ദഹനത്തുമായി ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മളിപ്പോ മടിക്കേരി പോയപ്പോ ഒരു അപ്പനെ കണ്ട് 93 years ആണ്. 93 years ആണ് പുള്ളി. വാറുണ്ണി അപ്പാപ്പൻ 93 years. പുള്ളിക്ക് ഇമ്പയർമെന്റ് ഉണ്ട്, ഹിയറിംഗ് ഒന്നും പറ്റില്ല, അങ്ങനെയൊക്കെ. പുള്ളി ഇത് കഴിക്കണതാണ് ഇറച്ചി. ആ ഇറച്ചി കഴിച്ചാലേ പുള്ളിക്ക് അത്രയും കാലം ഈ 93 ഇവിടെ ഇരുന്ന് 10-20 വയസ്സുള്ള പിള്ളേർ യു കാണ്ട് ഈറ്റ് ദിസ്, വി ആർ ഗോയിങ് ബാക്ക് ടു വീഗനിസം, വെജിറ്റേറിയനിസം എന്നൊക്കെ പറയാനൊക്കെ എളുപ്പമാണ്. കാരണം അതിൽ വെസ്റ്റേൺ കൾച്ചറിൽ ഇപ്പോൾ ഒരു മെറ്റനോയാണ്, ഗിൽറ്റ് ഫോർ വാട്ട് ദെയർ പ്രിഡിസസേഴ്സ് ഹാവ് ഡൺ.
കൊന്ന പാവം തീരും എന്ന് പറയും. ഈ ഭക്ഷണത്തിന് എവിടെയൊക്കെയോ നമ്മൾ വേട്ടയാടപ്പെടുന്നുണ്ട്. ചിലപ്പോൾ കഴിക്കുന്ന നമ്മളായിരിക്കില്ല, മറ്റുള്ളവരായിരിക്കാം. ഈ വേട്ടയാടൽപ്പെടുന്നതിൽ തന്നെ ഭയങ്കര മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നിൽക്കുന്നത്. അപ്പം ഇതിലെവിടെയാണ് ശരിക്കും ഈ പറഞ്ഞ എവിടെയെങ്കിലും ഒരു കിക്ക് കിട്ടാറുണ്ടോ? കിക്ക് കിട്ടും. പന്നീനെ ഓട്ടിച്ചിട്ട് നായ പിടിച്ചിട്ട് പന്നീരെ അടുത്ത് ചെന്ന് കത്തി എടുത്ത് പന്നീരെ കൈയിൻ്റെ ഇടയിൽ കൂടെ കുത്തിയിട്ട് പന്നി ഇങ്ങനെ കിടന്ന് പറയ്ക്കുമ്പോൾ നമ്മളും കിടന്ന് പറയും. ഭയങ്കര കിക്കാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച മറ്റേ ആ കിക്കല്ല, ഇത് വെള്ളമടിച്ച കിക്കല്ല. ദാറ്റ് ഈസ് ഹ്യൂജ് റെസ്പെക്ട് ടുവേർഡ്സ് വൺ ആനിമൽ. ദ ഓൾഡ് സ്കൂൾ ഇവല്യൂഷണറി ഹ്യൂമൻ എങ്ങനെയാണെന്നുള്ളൊരു സാധനം ഇത് എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആളുകൾക്ക് ഇത് മനസ്സിലാവണമെങ്കിൽ ലൈഫിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. യു ഗെറ്റ് സോ മച്ച് കമൻറ്റ്. ഒരു അനിമലിനെ കൊല്ലുമ്പോൾ ഇത്രയ്ക്ക് ആനന്ദം കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളത്. ആ ആനന്ദം എന്താണെന്ന് വെച്ചെങ്കിൽ ഇറ്റ്സ് എ റെസ്പെക്ട് ടുവേർഡ്സ് ആൻ അനിമലാണ്. ഒരു കാട്ടിൽ നമ്മൾ 10-18 മണിക്കൂർ നേരം ഭക്ഷണം കഴിക്കാണ്ട് യു ആർ ലുക്കിംഗ് ഫോർ ആൻ അനിമൽ. യു മേ ഗെറ്റ് ഇറ്റ്, യു മേ നോട്ട് ഗെറ്റ് ഇറ്റ്. ഒരു നിർബന്ധവുമില്ല. അപ്പോഴാണ് ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നായ്ക്കൾ ഇതിനെ, ഞാനതിൻ്റെ പാർഷ്യൽ ഹണ്ടറാണ് കേട്ടോ. കാരണം നമ്മൾ നായനെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് നായ ഓടിയാൽ കൂടെ ഓടി കൊല്ലുന്ന, അതും കൊല്ലാൻ നമ്മുടെ കൂടെയുള്ള ഫാമർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല സങ്കടമുണ്ട്, ഞാൻ അത് ചെയ്തിട്ടില്ലല്ലോ, റിയൽ ആയിട്ട് ഫുൾ ബാച്ച് ചെയ്തിട്ടില്ല എന്നുള്ള സങ്കടമുണ്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് ഐ എം പാർഷ്യലി ഇൻ. അപ്പോൾ ഈ പന്നി നായ ഇത് രണ്ടും മനുഷ്യൻ്റെ സ്കിൽഫുള്ളിലാണ് നായനെയും കുതിരേനെയൊക്കെ നമ്മൾ ട്രെയിനിങ് ചെയ്തെടുത്ത് പന്നീനെ എങ്ങനെ നമ്മൾ ഇത് ചെയ്ത് ഈ പന്നീൻ്റെ അടുത്ത് പന്നീനെ നായ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നായ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. സ്വാഭാവികമായിട്ട് ഇയറിൻ്റെ ഒരു ഏരിയയാണ്. പിന്നെ ദേഷ്യം വന്നാൽ നായ കാലൊക്കെ കടിച്ചു പറിക്കും. അപ്പോൾ മീറ്റിൻ്റെ ക്വാളിറ്റി ഡ്രോപ്പ് ആവും. ഇപ്പം നമ്മൾ ഓടണം, നമ്മൾ ഫുൾ ഫ്ലഡ്ജിൽ ഓടി. നമ്മുടെ കയ്യിൽ ഇപ്പം എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടാവും, ഒരു കുറച്ച് ടഫായിട്ടുള്ള പണിയാണ്. കാരണം ക്യാമറ റെക്കോർഡ് ചെയ്യണം, നമ്മൾ ഓടണം, നമ്മളവിടെ എത്തില്ല. അപ്പം നമ്മൾ അവിടെ എത്താനുള്ള സമയം കുറയും തോറും എന്തുണ്ടാവും വെച്ചാൽ പന്നി കൂടുതൽ ഹേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല മീറ്റിൻ്റെ ക്വാളിറ്റി ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല പന്നിയുടെ മനസ്സിൻ്റെ ഉള്ളിലും നല്ല എന്നെ കൊല്ലുകയാണ് അല്ലെങ്കിൽ എന്നെ അറ്റാക്ക് ചെയ്യുകയാണെന്നുള്ള ഫീൽ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ എന്താണെങ്കിലും കൊല്ലും. ദെൻ യു ആസ് സൂൺ ആസ് നമ്മളവിടെ എത്തിയിട്ട് അതിനെ കൊല്ലുക എന്നുള്ളതാണ്. സോ എനിക്ക് അത് ആ കിക്ക് കിട്ടേണ്ടത് നമ്മളവിടെ എത്തുമ്പോഴേക്കും ഷെയ്ക്കായി തുടങ്ങും. ലിറ്ററലി ഞാൻ എല്ലാ ഹണ്ടേഴ്സിനെയും നോക്കിയിട്ടുണ്ട്. 19 വർഷമായിട്ടുള്ള ഹണ്ടേഴ്സിനെ പോലും ഞാൻ നോക്കിയിട്ടുണ്ട്. ദേ ഗെറ്റ് ദാറ്റ് ഡു. ആ മൊമെന്റിൽ കുറച്ച് ഷെയ്ക്കി ഷിവറിങ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ നമ്മൾ നോക്കണത് എത്രയും പെട്ടെന്ന് അതിനെ കൊല്ലുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അവതാർ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു മാനിനെ കൊന്നിട്ട് ഇങ്ങനെ യു ഫീൽ ദാറ്റ് എ മാൻ ടു എ ഫീഡ്. അപ്പോൾ നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത പോലെയുള്ള ആ ഫീൽ കിട്ടണമെങ്കിൽ അത് ചെയ്യണം. ഈ പലപ്പോഴും വീഡിയോയിൽ വരുന്ന സമയത്ത് ഇപ്പം ആളുകൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഇപ്പം നോൺ വെജിലാണ് ഇതൊക്കെ നേരത്തെ, അതുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്, ആരെങ്കിലുമൊക്കെ ഇതിനെ വേട്ടയാടപ്പെടുന്നുണ്ട്, കൊല്ലുന്നുണ്ട്, എന്നിട്ടാണ് നമ്മുടെ തീരുമാനത്തിൽ എത്തുന്നത്. നമ്മളെപ്പോഴെങ്കിലും നേരിട്ട് ഇത് ചെയ്യുന്ന വീഡിയോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ സാധിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ വാക്കുകൾ തന്നെ വളരെ കട്ടിട്ട് ഉപയോഗിക്കും. എങ്ങനെ ദ്രോഹി നിങ്ങൾക്ക് ഇത് കൊല്ലാൻ പറ്റും, അതൊരു ജീവനല്ലേ ചോദിക്കുന്നവരായിരിക്കും. അവരത് മറ്റൊരു ജീവൻ കൊന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് കഴിച്ചിരിക്കുമ്പോഴോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെ കാഴ്ചയിൽ ഇത് വരാൻ പാടില്ല. അത് ഞാൻ അല്ലല്ല, ഇതിപ്പോ ഞാൻ പറയാം. ഇപ്പൊ ഞാനൊരു ബുച്ചറിങ്ങിന്റെ വീഡിയോ യൂട്യൂബിലിട്ട് ഡീമോണിറ്റൈസ് ചെയ്യും. കഴിഞ്ഞ അവിടെ നാട്ടിൽ വന്നിട്ട് ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി പ്രോസസ് ചെയ്യണ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് ഇറച്ചിക്കടയിൽ കൊണ്ട്. ഇന്ന് കേരളത്തിലെ എത്ര അപ്പന്മാരും അമ്മമാരും കുട്ടികളെയും കൊണ്ട് മീൻ മാർക്കറ്റിലേക്കും ഇറച്ചി കടയിലേക്കും ഞായറാഴ്ച പോകുമ്പോൾ കൊണ്ടുപോകും. ഞായറാഴ്ച എന്ന് പറയാൻ കാരണം ഇവിടെ അതൊരു ശീലമാണ്. എത്ര ആൾ കൊണ്ടുപോവില്ല. കുട്ടികൾ ഇറച്ചി വെട്ടുന്നത് കാണരുതെന്നല്ലേ പഠിപ്പിക്കുന്നത്. എന്താ കുഴപ്പം? അപ്പൊ ഈ ഇറച്ചി കടക്കാരന്റെ കുട്ടികൾ ഇറച്ചി വെട്ടുന്നത് കാണുന്നില്ലേ? ആ ഇറച്ചി വെട്ട് കടക്കാരൻ എന്താ, അവൻ വെട്ടി ഇറച്ചിയാക്കി തരുന്ന ഞങ്ങൾ തിന്നാന്ന്. അപ്പൊ ഒരാളവിടെ വെട്ടണില്ലേ? ഇനി നെൽകൃഷി നടക്കണില്ലേ? ഈ പാടം മുഴുവൻ ഉറുദു മറക്കണില്ലേ? പാമ്പും പഴുതാരിയും തവളയല്ലേ ചാവണ്? 10 കിലോ അരി ഉണ്ടാക്കണമെങ്കിൽ ചുരുങ്ങിയത് 15 കിലോ മൃഗങ്ങളുടെ അടിയിൽ ചാവണം. വിഷം അടിച്ച് കൊല്ലണില്ലേ? കംപ്ലീറ്റ് പെസ്റ്റിസൈഡ് അടിച്ചിട്ടില്ലേ ഇവിടെ കൃഷി നടത്തുന്നത്? പാടം ഉഴുതു മറക്കണില്ലേ? ഈ കൊക്കിനെയും കിളീനെയും ഒക്കെ വെടിവെച്ചിടുന്നില്ലേ? ഇപ്പൊ ന്യൂസിലാൻഡിൽ വന്നു കഴിഞ്ഞാൽ കൃഷി നടത്താൻ വേണ്ടിയിട്ട് ആനനെയും മയിലിനെയും ഇതിനെ എല്ലാത്തിനെയും കൊന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൃഷി നടത്തണേ. കൊല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളവിടെ ഇരിക്കുമ്പോൾ 4 ബാക്ടീരിയനെ കൊന്നിട്ടുണ്ട്. ജീവൻ തന്നെയാണ് ഞങ്ങൾ ചെയ്ത്. കൊല്ലാണ്ട് ഞങ്ങൾ ആരെയും ജീവിക്കാൻ പറ്റുക? എല്ലാവരും കൊന്നിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ അതില് സുപ്പീരിയർ മൊറാലിറ്റി കൊണ്ട് കിട്ടുന്ന പരിപാടിയാണ് നിങ്ങൾ ഇന്ന ചെയ്യണം അങ്ങനെ ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മളാ നല്ലത്. ഇരട്ടത്താപ്പാണ്. അത് നമുക്ക് ഇത് കൊന്നു കഴിക്കുകയും ചെയ്യും, എന്നാൽ മറ്റൊരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റ് കണ്ടെത്തുകയും. താപ്പല്ല, ഇത് സുപ്പീരിയർ മൊറാലിറ്റിയാണ്. അതായത് ഇവൻ ഇറച്ചി തിന്നണവൻ കൊലപാതകി, ഞാൻ പച്ചക്കറിയും പയറും മാത്രം തിന്നുന്നവൻ, ഞാൻ വളരെ ഡീസന്റ് ആണെന്ന് തെളിയിക്കലാണ്. നമുക്ക് പ്രശ്നമില്ല, ഒരു പച്ചക്കറി തിന്നോട്ട് നമ്മൾ ആരെങ്കിലും പറയാം. ഇതിലൊരു ഇതുണ്ട്. അത് ഇവിടെ ഇന്ത്യയിൽ റെസ്റ്റോറൻറ്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്യുവർ വെജിറ്റേറിയൻ. എന്താണ് പ്യുവർ വെജിറ്റേറിയൻ?
പ്യുവർ എന്നുള്ള വാക്ക് വെജിറ്റേറിയൻ്റെ കൂടെ ചേർക്കേണ്ട ആവശ്യം തരും. വെജിറ്റേറിയൻ എന്നിടാം. വൈ പ്യൂരിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് വെജിറ്റേറിയനിസം. ആണ് അതിന് പ്രശ്നം. ഓക്കെ, പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറയുമ്പോഴത്തേക്കും ശുദ്ധമായ ബിസിനസ് അട്രാക്റ്റീവ് അതിന് ഭയങ്കര വേറെ ആംഗിൾ ഉണ്ട്. നേരത്തെ പറഞ്ഞ വെജിറ്റേറിയൻ കഴിക്കാത്തവൻ അശുദ്ധൻ, വെജിറ്റേറിയൻ കഴിക്കുന്ന. പക്ഷെ ആളുകളുടെ ഇതിൽ കോൺസെപ്റ്റ് അങ്ങനെയല്ല പുരോഗമന സൊസൈറ്റി ആയതുകൊണ്ട് ഇതങ്ങനെയല്ല. ഇപ്പൊ പുറത്ത് പോയി കഴിഞ്ഞാൽ, ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ 2 തരം കബാബ് ഉണ്ട്. 2 തരം കബാബ് നിങ്ങൾ ഞെട്ടും. സ്വിഗ്ഗിയിൽ കിട്ടുന്ന കബാബ് 2 തരം കബാബ് ഉണ്ട്. ഒന്ന് കബാബ്, ഒന്ന് ക്ഷത്രിയ കബാബ്. ഒന്ന് കബാബ്, ഒന്ന് ക്ഷത്രിയ കബാബ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നിങ്ങളൊന്ന് ചുമ്മാ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. വൈ ക്ഷത്രിയ കബാബ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല, പക്ഷെ ഇതിനുള്ള കാര്യങ്ങളുണ്ട്. വൈ പ്യുവർ വെജിറ്റേറിയൻ. ചിലത് വെറുതെ വെജിറ്റേറിയൻ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്, കാരണം ആ കിച്ചണിൽ വേറെയും കൂടി കുക്ക് ചെയ്യുന്നുണ്ട്, പ്യുവർ അല്ല. ഇതിനൊക്കെ പല അർത്ഥങ്ങളുണ്ട്. പിന്നെ മിലിറ്ററി ഹോട്ടൽസ് ഉണ്ട്, അതിന്റെ ഉത്ഭവങ്ങളുണ്ട്. ബാംഗ്ലൂർ മിലിറ്ററി ഹോട്ടൽസ് ഉണ്ടായത് എന്തുകൊണ്ടാണ്? മിലിറ്ററി ഹോട്ടൽസ് നോൺ വെജ് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ പണ്ട് കാസ്റ്റിസം കാണിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഫിൽട്ടർ കാപ്പി കുടിക്കുന്ന ടംബ്ലർ ഉണ്ടല്ലോ, ഡവറ എന്ന് പറയുന്നത്. ആ ഡവറ ബ്രാസിന്റെ ഉണ്ട്, സ്റ്റീലിന്റെ ഉണ്ട്. സ്റ്റീല് ഒരു വർഗത്തിനും ബ്രാസ് വേറെ വർഗത്തിനുമാണ്. എല്ലാം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മള് നോർമലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറെ വർഷങ്ങളായി ചിലർക്ക് ചില ഭക്ഷണം കഴിക്കില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ നോൺ വെജിന്റെ മാത്രമല്ല, ആ വിളമ്പുന്നിടം ഇരിക്കാനും പോലും ഓക്കെ അല്ലാത്തവർ കൂടിയുണ്ട്. ഇപ്പം ഇത്തരം ചില ഷോപ്പുകളിൽ നിന്നുള്ള രീതിയിലേക്ക് ഇത് മെയിൻ ടാർഗറ്റ് ചെയ്യുന്നതും അതിലേക്കാണ്. ചിലപ്പോൾ ആ ഭക്ഷണം അവിടെ കഴിക്കുന്നില്ല മാത്രമല്ല, ആ ഭക്ഷണം വിളമ്പുന്ന സ്ഥലമാണെങ്കിൽ ഇപ്പം കല്യാണങ്ങളിൽ പോലും ചിലപ്പോൾ ക്രിസ്ത്യൻ വെഡിങ് ആണെങ്കിൽ പോലും പോർക്ക് വിളമ്പിക്കൊള്ളുന്നില്ല. കാരണം അവരെ കല്യാണ വിരുന്നിൽ എത്തിയാൻ ക്ഷണിക്കപ്പെട്ടവരിലെ മുസ്ലിംസ് ഉണ്ട്, അല്ലെങ്കിൽ ഹിന്ദു, എല്ലാവരും ഉണ്ട്, എല്ലാ വിഭാഗമുണ്ട്. ഇത് കഴിക്കാത്തവരുണ്ടായിരിക്കും. ആ മേശയിലേക്ക് ഐറ്റം ഉണ്ടെങ്കിൽ കഴിക്കാതെ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചിലവർക്ക് അത് കഴിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് വിളമ്പുന്നിടവും ഓക്കെ അല്ലാതെ മാറുന്നവരും ഉണ്ട്. ഇപ്പോൾ അതുപോലെ കണക്ട് ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ അല്ല, അങ്ങനെയല്ല, പണ്ട് അങ്ങനെയായിരുന്നു. അതായത് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പ്യൂർ വെജ് കാണുന്നതിൽ അങ്ങനെയും കൂടി ഉണ്ട്. നോൺ ഉള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ കയറാൻ താല്പര്യമില്ലാത്തവർ കൂടി ഉണ്ട് ശരിക്കും. അല്ല, അങ്ങനെ അത് മാത്രമല്ല, അതൊരു ടൈപ്പ് ഓഫ് സെഗ്രിഗേഷൻ ആണ്. ഒരു കസ്റ്റം പോലെ ഇതൊരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, നമ്മള് ഇപ്പൊ ഈ വർഷത്തിൽ 2026 ഇതേപോലെ സാധനങ്ങളൊക്കെ ഒരുപാട് ഈ കാര്യങ്ങൾ ഓവർലുക്ക് ചെയ്തിട്ട് നോർമലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നും ആവശ്യമില്ല, എവരിബഡി കൻ ഈറ്റ് ഇൻ ദ സെയിം പ്ലേസ് എന്നുള്ള ഒരു ഇതിലേക്ക് തിരിച്ചു വരണം. അല്ലെങ്കിൽ ഇല്ലാത്തതാണെങ്കിൽ ഉണ്ടാക്കണം. എവരിബഡി കൻ ഈറ്റ് ഇൻ ദ സെയിം പ്ലേസ്. ഒരു സമയത്ത് ഇരുന്നിട്ട് ഒരാൾക്ക് ആൽക്കഹോൾ കുടിക്കാനും പറ്റണം, അപ്പുറത്തൊരു ഫാമിലിക്ക് ഇരിക്കാൻ പറ്റണം, ഇവിടെ ഒരു ബാച്ചിലറിന് ഇരിക്കാൻ പറ്റണം, എല്ലാ മീറ്റും കഴിക്കാൻ പറ്റണം, അവർക്ക് ഇരുന്ന് വെജിറ്റേറിയനും കഴിക്കാൻ പറ്റണം, എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റണം. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തണം. റെസ്റ്റോറന്റിൽ അത് സംഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞൊരു പക്ഷെ അതിന് പേര് റെസ്റ്റോ ബാർ ഇട്ടാലല്ലേ അവിടെ പോകാൻ പറ്റുള്ളൂ. അതിനൊരു റെസ്റ്റോറന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. അങ്ങനെ ഇട്ടിട്ട് പോകണം, ഗോവയിൽ പോകണം. അതാ ഗോവയിൽ പോകണം. ഇവിടെ നടക്കുന്നില്ല. അല്ല, ഇപ്പൊ ഒന്നിൽ പറഞ്ഞ കാര്യത്തിനോട് ചേർത്ത് പറയാനുള്ള എന്താ വെച്ചാൽ, ഇത് നമ്മൾ ഇങ്ങനെയാണ്, നമ്മുടെ കൾച്ചർ ഇങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെയാണ് പോകുള്ളൂ എന്നാ പറയാ. അപ്പൊ നിങ്ങൾ സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമായി മാറിയില്ലേ? നമ്മളിങ്ങനെയല്ല, നമ്മളിങ്ങനെ ആയിരുന്നു, നമ്മൾ മാറണം. നമ്മൾ ഒരു ടേബിളിൻ്റെ അകത്ത് എല്ലാം പറഞ്ഞു, നീ അവിടെ നിന്ന് പോർക്ക് കഴിച്ചറാ, ഞാൻ അവിടെ നിന്ന് ബീഫ് കഴിക്കാം, നീ ഇവിടെ നിന്ന് വെള്ളം അടിച്ചോ, അതിനെന്തിനാണ് അസഹിഷ്ണുത? നമുക്കൊരു അസഹിഷ്ണുത ഇല്ലല്ലോ. ഞാൻ ന്യൂസിലാൻഡ് എന്നെ ഫുഡിന് ഒരുപാട് കൾച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും അതിശയകരമായി തോന്നിയൊരു കാര്യമുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, ബട്ട് വളരെ എനിക്കത് സ്ട്രൈക്ക് ചെയ്ത് പോയി. ഞാൻ എൻ്റെ ഒരു കൂടെ ജോലി ചെയ്യണ ഒരു പുള്ളിയും കൂടിയിട്ട് ഇങ്ങനെ വണ്ടിയിൽ പോവാം. പുള്ളി ഭയങ്കര സ്വീറ്റ് ടൂത്ത് ഉള്ള ആളാണ്. അതായത് പുള്ളിക്ക് ഇങ്ങനെ എപ്പോഴും ലോലീസ് മേടിക്കണം കടയിൽ നിന്ന്. അപ്പോൾ പുള്ളി ഒരു പാക്കറ്റ് ചോക്ലേറ്റ് മേടിച്ചു, ലൈക്ക് കിറ്റ്കാറ്റിൻ്റെ ചെറിയ പീസുള്ള, ഓർമ്മയില്ല, ചോക്ലേറ്റാണ്. പുള്ളി അത് മുഴുവൻ നിന്നവർക്ക് ഒരു ദിവസം. അപ്പോൾ പുള്ളി ഈ ചോക്ലേറ്റ് മേടിച്ചിട്ട് ഒരെണ്ണെടുത്ത് വായിലേക്ക് ഇട്ടിട്ട് ഈ പാക്കറ്റ് എനിക്ക് തന്നു. അപ്പം ഞാൻ ഗുഡ്. അപ്പോൾ പാക്കറ്റ് എടുത്തു, ഞാൻ ഒരെണ്ണെടുത്തു, മറ്റേതവിടെ വെച്ചു, വീണ്ടും അവൻ ഒരെണ്ണെടുത്തു, പാക്കറ്റ് എടുത്തു. അപ്പോൾ ഇത് കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു പടല പഴം മേടിച്ചോണ്ട് കടയിൽ നിന്ന്. എനിക്കൊരു പഴം കഴിക്കണമെന്ന് പുള്ളി പറഞ്ഞിട്ട് പുള്ളി കടയിൽ പോയിട്ട് ഒരു പടല പഴം മേടിച്ചോണ്ട്. ഈ പഴം മേടിച്ചോണ്ട് പുള്ളി ഒരെണ്ണെടുത്തിട്ട് ഒരു പടല എനിക്ക് തന്നു. അപ്പോൾ ഞാൻ ഒരു പടലയിൽ നിന്ന് ഒരെണ്ണെടുത്ത് കഴിച്ചു, മറ്റേത് അവന് തിരിച്ചു കൊടുത്തു. അപ്പോൾ അവൻ ഈ ബാക്കി പടല കൊണ്ടുവന്നിട്ട് ജോലി സ്ഥലത്ത് വെച്ചു. അപ്പോൾ ജോലി സ്ഥലത്ത് എല്ലാവരും അതിന് ഓരോന്ന് കഴിച്ചു. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഒരു അതിശയകരമായിട്ട് തോന്നില്ല. ഇതിലൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെങ്ങനെ ചെയ്യുക? നമ്മളൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചു, അല്ലെങ്കിൽ ഒരു മുട്ടായി മേടിച്ചു, ഒരു മുട്ടായി തിന്നു, ഒരെണ്ണം നിങ്ങൾക്ക് എടുത്ത് തന്നു, അല്ലേ?
ഒരു പാക്കറ്റ് ലഡു മേടിച്ചു, ഒരെണ്ണം നിനക്ക് ഒരെണ്ണം ഒന്നിയലിന് കൊടുത്തു, പാക്കറ്റ് നമ്മൾ കഴിക്കും. അങ്ങനെ നമ്മൾ ശീലിച്ച് മെജോറിറ്റി ആള് ഞാനൊക്കെ സ്കൂളിൽ ഭാഗം വെപ്പ്, വീതം കൊടുത്തിട്ട് വീതം കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് നിനക്ക് ഇത്രേ ഉള്ളൂ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് വീടിന്റെ അപ്പുറത്തേക്ക് മിഠായി കൊണ്ടുവന്ന് ഷെയർ ചെയ്യുന്ന സമയത്ത് അവള് ശകുന്തള അവളുടെ വീട്ടിൽ നിന്ന് ഗൾഫിലെ ചേട്ടൻ വന്നിട്ടുണ്ട്, ചേട്ടനെ കൊണ്ടുവന്നപ്പോ എനിക്ക് 2 മിഠായി തന്നില്ല, അത് അവൾക്ക് 8 കൊടുക്കണല്ലോ. ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് 10 കൊടുക്കും. ഇങ്ങനെ അളന്നു കൊടുത്തിട്ട് സ്നേഹം പറയുന്ന ആൾക്കാരാ. എത്ര സ്റ്റെപ്സിൽസ് എടുത്ത് കൊടുത്ത ഞാനിത് പറയുമ്പോ അത് നോക്കതേ ഒരെണ്ണം എടുത്ത്. ഇനി ഇതേപോലെ തന്നെ കാണുന്ന മറ്റൊരു സാധനമാണ് ഇപ്പൊ ഇവര് സ്പൈസസ് അധികം കഴിക്കുക, എരിവ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാല് ഞാൻ അവർക്ക് ഫുഡ് എടുത്തു കൊടുക്കും. അപ്പൊ അവര് ഫുഡ് എടുത്തു കൊടുക്കുന്ന സമയത്ത് എനിക്കറിയാം അവർക്ക് അത് ഇഷ്ടമല്ല, അവർക്ക് സെർട്ടൈൻ ഇന്ത്യൻ ഫുഡ് ഇഷ്ടമല്ല. എസ്പെഷ്യലി ദാലൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ഈ ദാലൊന്നും അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇവൻ ഞാൻ നോക്കുമ്പോ കൈ വെച്ചിട്ട് കഴിക്കാണെന്ന് അറിയില്ലല്ലോ. അല്ല തീർന്ന് ലാസ്റ്റ് ഒരെണ്ണായപ്പോഴേ തന്നേക്കണത്. അപ്പൊ ഈ ഫുഡ് എടുത്ത് കൊടുക്കണ സമയത്ത് പുള്ളി ഇഷ്ടമല്ലെങ്കിലും ഈ പുള്ളി ഈ ചോറും ദാലും ചപ്പാത്തി എല്ലാം കഴിച്ചു. അപ്പോൾ ഞാൻ മറ്റു പല അവിടുത്തെ ട്രൈബൽ ആളുകളുടെ അടുത്തേക്കൊക്കെ ചൊല്ലുമ്പോൾ ദേ ഓഫർ സംടൈംസ് എനിക്ക് അവരുടെ ഫുഡ് കാണുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അവരങ്ങനെയാണ് ദ വേ ഹൗ ദേ കുക്ക്, ദ ഓൾഡ് ട്രൈബൽ വേസ്, അൺഹൈജീനിക് ഒക്കെ ആയിട്ട് നിറച്ച് ഈച്ചയും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ടുവേർഡ്സ് ദാറ്റ് കൾച്ചർ. നമ്മുടെ ഒരു സാധനം ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഓഫർ ചെയ്താൽ നമ്മളെന്താ പറയുക, എനിക്ക് വേണ്ട. അതൊരു മഹിമയായിട്ട് കാണുന്ന ആൾക്കാരാണ്. നമ്മൾ കഴിച്ചിട്ടുള്ള വിശന്ന അറ്റ പീക്കിൽ നിൽക്കുകയാണെങ്കിലും പറയും ഞാൻ കഴിച്ചതാ ബ്രോ, എനിക്ക് വേണ്ട എന്നുള്ള സാധനം. പക്ഷെ ഇവിടെ അവർ ഫുഡ് ഓഫർ ചെയ്താൽ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നമുക്ക് കേൾക്കാൻ പറ്റും നമ്മളേതായിട്ട് പരിഗണിക്കുക. Then I start eating. So they also do that. അതൊരു കൾച്ചർ എന്താ പറയുക എംബ്രേസ് ചെയ്യുന്നതാണ്. എക്സാമ്പിളിൽ നിങ്ങളൊരു പർട്ടിക്കുലർ അപ്പോൾ എന്നോട് പറയും ഇതിന് ഭയങ്കര എരിവായ കാരണം എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, സ്റ്റിൽ ഇറ്റ് ടേസ്റ്റ് നൈസ്. നിങ്ങൾ കഴിച്ചോ പ്രശ്നമില്ല. ഇവിടെ അതല്ലല്ലോ, ഇവിടെ ട്രെയിനിലേക്കൊക്കെ എന്തൊരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയണേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് എ ട്രാൻസിഷൻ സ്റ്റേജ്. ഇതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവണം എല്ലാ സ്ഥലത്തും. എത്രയോ ആളുകൾ ഇവിടെ പോർക്ക് റെസ്റ്റോറൻറ്റിൽ നടത്താത്തതെന്ന് അറിയാം. മെനു നിർത്തി കളഞ്ഞവർ, കാരണം കച്ചവടം പൂട്ടുന്നുള്ളത് അവർക്കറിയാം. കാരണം ആളുകളുടെ അളവ് കുറയും, സ്വാഭാവികമായിട്ടും ആ ഒരു പ്രഷറിന് അവർ ബിസിനസ്സിന് അവർ ഇന്ന സാധനം ഇവിടുന്ന് പുറത്താക്കിയിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് വരരുത്. അതെന്ന് പറഞ്ഞത് ജനങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന തെളിയിക്കുന്ന ഒരു പരിപാടിയാണ്. ഭക്ഷണത്തിൽ അത് ഉണ്ടാവരുത്. ഭക്ഷണം എല്ലാ പണ്ടാരും അവൈലബിൾ ആക്കാൻ അവസരം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവണം. അതെല്ലാവരും ഒരു സ്ഥലത്ത് വന്നിട്ട് കഴിക്കാണ്ടിരിക്കുക അവരുടെ ചോയ്സാണ്. അതുകൊണ്ട് ആ സ്ഥാപനം പൂട്ടിക്കാന്നുള്ള കണ്ടീഷനിലേക്കോ ആ രീതിയിലേക്കോ കൾച്ചർ മാറരുത്. സ്ഥിരം നടക്കുന്ന സംഭവങ്ങളൂടെയാണ് പലയിടത്തും. അതുകൊണ്ട് നമ്മുടെ അവസാനം ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാലേ ചിക്കനും പനീറും ഉള്ളു കഴിക്കാൻ മെനുവില്. ബാൻ ചെയ്ത് ഇല്ലാതെ മീറ്റൊക്കെ പോയി, ബീഫ് പോയി, പോർക്ക് പോയി, പിന്നെ ചിക്കനും പനീറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വെറൈറ്റി കൊണ്ടുവരണ്ടേ. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ കൾച്ചറായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വേണ്ട മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റിയത് ഇത് മാത്രമേ ഉള്ളൂ. മലയാളി റെസ്റ്റോറൻറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ദയനീയമാണ്. പനീർ മോളി, പനീർ നിർവ്വാണമൊക്കെ ഉണ്ട് എപ്പോഴാ വേറെ സ്ഥലത്ത്. പനീറിൻ്റെ ചെയ്തേ പറ്റൂ, മനസ്സിലായോ? ആർക്കും ആഗ്രഹം കഴിഞ്ഞിട്ടല്ല, അത് ഫിഷിൽ കഴിച്ചാൽ മതി എന്ന് പറയുന്നു. കാലാവുന്ന സമയത്ത് ഇറച്ചി കഴിക്കാൻ പറ്റില്ല. ഇറച്ചി വെപ്പ് എന്ന് പറഞ്ഞിട്ട് കായും സംഭവം കിട്ടി വെക്കുന്ന ഒരു പരിപാടിയല്ലോ. അതെ, കൂട്ടുകറി വെച്ച പോലെ ഈ മസാല ടേസ്റ്റ് കിട്ടും, എന്നാൽ ഇറച്ചിയാണോ ഇറച്ചിയല്ല എന്ന് പറഞ്ഞ പോലെ ഇത് വെച്ച് കുറെ പരിപാടികൾ. അതുപോലെ തന്നെ സദ്യയിൽ മീൻകറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂർ സൈഡിൽ മീൻകറി എന്ന് പറഞ്ഞിട്ട് ഇത് മിക്സ് ചെയ്ത് മസാലയൊക്കെ ഇട്ടൊരു പരിപാടി ഉണ്ട്. അപ്പൊ അത് വെജാണ് പക്ക, പക്ഷെ ഈ ടേസ്റ്റ് വന്നു പോകും. അപ്പൊ ഇറച്ചി തൊട്ടു വെച്ചില്ല, പക്ഷെ ആ ഫീൽ കിട്ടി വെച്ച് കിട്ടുകയും ചെയ്തു. ഇപ്പൊ മറ്റേ ഈ പുതിയ പ്ലാന്റ് ബേസ്ഡ് മീറ്റ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, സൈറ്റാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഒരു ഇപ്പൊ അതല്ലാണ്ട് തന്നെ ബീഫ് വേറെ ഉണ്ടാക്കുന്നുണ്ട്, സെൽസ് വെച്ചിട്ട് റീപ്രൊഡ്യൂസ് ഉണ്ട്. ഇപ്പൊ ആൾക്കാർ മറ്റേ ഈ നെക്സ്റ്റ് ലെവലിലേക്ക് പോയേക്കാണ് ഓരോ കാര്യങ്ങളായിട്ട്. പ്രിന്റ് ചെയ്ത ബീഫ്
അത് ബൂംബാങ്ങിനെ പറ്റി പറയും കുറച്ചുകൂടി. പ്രിന്റ് ചെയ്ത ബീഫ് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം ബീഫ് അങ്ങനെയൊക്കെ. നമ്മുടെ സെല്ലിന് സ്റ്റെം സെല്ലിന് ലാബിൽ മീറ്റ് ഉണ്ടാക്കുന്ന പരിപാടി കണ്ടാണ്. അപ്പൊ നമുക്കിപ്പോ ഒരു റിബൈ സ്റ്റേക്ക് വേണമെങ്കിൽ റിബൈ സ്റ്റേക്ക് അത് ഈ സാധനം ഇത് അനിമലിനെ ഉപദ്രവിക്കാണ്ട് റിബൈ സ്റ്റേക്ക് ഉണ്ടാക്കാം എന്നുള്ള കോൺസെപ്റ്റ് വിച്ച് ഈസ് ഗുഡ്. സോ നമുക്ക് ഇപ്പോൾ നമ്പർ ഓഫ് പോപ്പുലേഷൻ ഗോയിങ് ടു ബി ടു ഹൈ വെരി സൂൺ. ഈ പറഞ്ഞ ആളുകൾക്കൊന്നും ഇത്രയ്ക്കധികം മീറ്റ് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ സോ യു നീഡ് പ്ലെന്റി പ്രോസസ്ഡ് ഫുഡ്. സോ പ്രോസസ്ഡ് ഫുഡ് സയൻസിന്റെ രീതി എന്ന് പറയുന്നത് പ്രോസസ്ഡ് ഫുഡിനെ മാക്സിമം ഹെൽത്തി ആയിട്ട് തന്നെ പബ്ലിക്കിൽ എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ കമ്പനികളായി മാറുമ്പോൾ പിന്നെ അത് ഇൻഡിവിജ്വൽ താല്പര്യങ്ങളായി മാറുകയും അതിലവർ പ്രോഫിറ്റിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അഡൾട്രേഷൻ സംഭവിക്കുകയും അങ്ങനെ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണമാണ് പിന്നീട് വരിക. സയൻസിന്റെ ടെക്നോളജിയിൽ അതില്ല. ഇവിടുന്ന് അത് ഇപ്പൊ നമ്മുടെ ഓരോ ഫുഡ് ഇത് വന്നു കഴിഞ്ഞ് ലോപിച്ച് ഇവിടേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോഴേക്കും ഇത് ഏതാണ്ട് ഇവിടെ ഉദ്ദേശിച്ച സാധനം അല്ലാണ്ട് ആവാൻ അതാണ്. കോൺസെപ്റ്റ് ഈസ് ഗുഡ്. ഇവിടേക്ക് എത്തുമ്പോൾ അതിനുള്ള പ്രശ്നം സംഭവിക്കുന്നുണ്ട്. പക്ഷെ യു നീഡ് ദാറ്റ് ഓൾസോ. യു നീഡ് പ്രോസസ്ഡ് ഫുഡ്, ദാറ്റ്സ് ഫോർ ഷുവർ. കാരണം നമുക്ക് റിയൽ ഫുഡ് എല്ലാവർക്കും എത്തിക്കാൻ കാലക്രമേണ സാധനം മാറ്റം ഭയങ്കരമായിട്ട് തന്നെ പരിമിതികൾ വരും. അല്ലെങ്കിൽ ആളുകൾക്ക് അത് കേരളത്തിൽ എല്ലാവർക്കും വേണ്ടിയുള്ള ബീഫ് കേരളത്തിലില്ല. പുറത്തുനിന്ന് തന്നെ അരിയില്ല, പുറത്തുനിന്ന് തന്നെ. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ അടുത്ത് മടിക്കേരി പോയപ്പോഴത്തേക്കും അവിടെ ഇത്രയും പന്നി വിഭവങ്ങളുണ്ട് എല്ലാ റെസ്റ്റോറൻറ്റിലും. ലിറ്ററലി ഒരു 5 to 6 വെറൈറ്റീസ്, കോമൺ വെറൈറ്റീസ് എല്ലായിടത്തും ഉണ്ടാവും. ആ സ്ഥലത്തിന് വേണ്ടി മാത്രമുള്ള പന്നികൾ ആ സ്ഥലത്തില്ല, പുറത്തുനിന്ന് വന്നം. അങ്ങനെയാണ്. വി ആർ ഡിപ്പെൻഡൻറ്റ് സാധനങ്ങൾ വരാൻ വേണ്ടി നമ്മുടെ ഭക്ഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റെം സെൽ ബേസ് ചെയ്തിട്ടൊരു റിബൈ സ്റ്റേക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വൈ നോട്ട്, വേണ്ടി വരും. കാരണം അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രൂവൽറ്റി ഒന്നുമില്ല, സമാനമില്ല കിട്ടാൻ.